ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിലെ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഞാനിന്നൊരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ദൈവം എന്നോട് പറഞ്ഞതും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ മാത്രമേ എൻ്റെ മാനസികമായി എനിക്ക് വിഷമം തോന്നുന്നതും ഞാൻ അറിഞ്ഞതും ഞാൻ മനസ്സിലാക്കിയതുമായ ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ സമൂഹത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം കുടുംബം എന്ന് പറയുന്നത് കുടുംബം ഇമ്പമുള്ള കഥ എന്നാണ് ദൈവവചനപ്രകാരം പറയുന്നത്. നമുക്കറിയാം ആദാമിനെയും ഹവ്വയും ദൈവം സൃഷ്ടിച്ചു, ഏദേൻ തോട്ടത്തിലാക്കി വെച്ചു. ദൈവം അവരോട് സംസാരിക്കുമായിരുന്നു. പക്ഷേ എപ്പോഴാണോ അവർ പാപം ചെയ്തത്, തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെടുകയും ദൈവം ഏദേൻ തോട്ടത്തിന് പുറത്താക്കുകയും ചെയ്തു. അവരെ കുടുംബമാക്കി. ആ കുടുംബ ബന്ധങ്ങളാണ് പിൽക്കാലത്ത് തുടർന്ന് വന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് കുടുംബമാണെങ്കിൽ പണ്ട് കൂട്ടുകുടുംബമായിരുന്നു. അപ്പൂപ്പൻ, അമ്മൂമ്മ, സഹോദരങ്ങൾ എല്ലാവരും ഒന്നിച്ച് വസിക്കുന്ന ഒരു കൂട്ടുകുടുംബമായിരുന്നു. പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഒരു മകനോ ഒരു മകളോ അല്ലെങ്കിൽ ഒരു മകളോ ഒരു മകനുമായി ചുരുങ്ങി. പക്ഷേ ഇന്നത്തെ പണ്ട് കാലത്തൊക്കെ ഭയങ്കര പരസ്പര സ്നേഹങ്ങളും സഹോദരങ്ങളും ബന്ധങ്ങൾക്കൊക്കെ വാല്യൂ ഉണ്ട്. ഇന്നിപ്പം അങ്ങനെയല്ല. പക്ഷേ നമുക്കറിയാം പല ഭവനങ്ങളിലും പല കുഞ്ഞു പ്രശ്നങ്ങളും ഞാൻ കണ്ട് മനസ്സിലാക്കിയപ്പോൾ ഒത്തിരി ഭാരം തോന്നി. കാരണം ബന്ധങ്ങൾക്ക് ഒത്തിരി വാല്യൂ ഉണ്ട്. കുടുംബ ബന്ധങ്ങൾക്ക് ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം അതിന് പോലും ഒരു വാല്യൂ ഇല്ലാതായി. മക്കളായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ കുടുംബം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കറിയാം കുടുംബം കമ്പമായിട്ടാണ് മാറുന്നത്. അതായത് അടിപിടിയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പരസ്പരം കാണുമ്പോൾ കളിച്ച് പറിക്കുക, പരസ്പരം ഐക്യതയില്ലാത്ത കുടുംബങ്ങൾ, തലമുറ അത് കണ്ടുവരുടെ നമ്മുടെ മക്കൾ ഒന്ന് ചിന്തിച്ച് നോക്കണേ. ഞാൻ ഏറ്റവും ഭാരപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഞാൻ ആലോചിച്ചിട്ടാണ്. കാരണം വളരെ ഭാരം തോന്നി. കാരണം നമ്മുടെ സമൂഹത്തിൽ നിന്നറിയാം കുറച്ച് നാൾ എല്ലാവരും സ്നേഹത്തോടെ സന്തോഷിച്ച് ഭയങ്കരമായിട്ടൊരു അടിപൊളി വിവാഹം നടത്തി ഭയങ്കരമായി എല്ലാം സാമ്പത്തികമായിട്ടും എല്ലാം ഭയങ്കരമായിട്ട് നല്ലൊരു വിവാഹം നടത്തി വിടുന്നു. ചിലത് വിളിച്ചു കൊണ്ടുപോകുന്നു, സ്നേഹിച്ച് വിളിച്ച് പെറുക്കി കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ബന്ധങ്ങളുടെ മധ്യത്തിലും വളരെയധികം പ്രശ്നങ്ങളുണ്ടാകുന്നു. ഭയങ്കരമായിട്ട് കല്യാണം നടത്തി വിടുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഉടനെ തന്നെ എന്ത് ചെയ്യും, പെട്ടിയും കിടക്കി എടുത്ത് നേരെ അച്ഛനും പറയുന്നത് ഇങ്ങി പോരെന്ന് പറയും. പക്ഷേ ചില കുടുംബങ്ങൾ സഹിക്കാൻ പറ്റത്തില്ല. മദ്യപിച്ച് വന്ന ഭർത്താവ്, പ്രശ്നങ്ങളും സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും അതൊക്കെ ഒരു 10% കുടുംബങ്ങളിൽ മാത്രമേ നടക്കാറുള്ളൂ. അല്ലാത്ത കുടുംബങ്ങളിലൊക്കെ നമ്മുടെ മക്കൾ ചെന്ന് കയറി കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് തോന്നുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുക. അതായത് ഭർത്താവും ഭാര്യയുമായിട്ട് പിന്നെ പ്രത്യേകം വീടെടുത്ത് താമസിക്കുക, ഭർത്താവിൻ്റെ അധികാരം മൊത്തം എൻ്റെ കയ്യിലായിരിക്കണം, അത് വീട്ടുകാർ പറഞ്ഞെടുക്കുക, അവൻ്റെ കൺട്രോൾ മൊത്തം നിൻ്റെ കയ്യിലായിരിക്കണം മകളെ, പിന്നെ ഇനി അവൻ്റെ കാശ് മറ്റുള്ളവർക്ക് ചിലവാക്കാൻ പാടില്ല, സഹോദരന് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അമ്മയെ വീട്ടുകാരെ സംരക്ഷിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ തലമുറയെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് എല്ലാവരും എല്ലാം ഞാൻ പറയുന്ന ചില സഹോദരിമാരാണ് ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മളെ തലമുറയെ പറഞ്ഞിട്ട് ഓർക്കണം, നമ്മളെ തലമുറ കുടുംബത്തിൽ ചെന്ന് കയറുമ്പോൾ അവൾ അനുഗ്രഹമായിരിക്കണം, അവളെ കുടുംബത്തിലൊരു വിളക്കായി മാറണമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിടേണ്ടത്. അല്ലാതെ ആ ഭവനത്തിൽ അവൾ ചെന്ന് പ്രശ്നക്കാരിയാകണം, അല്ലെങ്കിൽ ആ കുടുംബത്തെ തകർക്കുവാനായിട്ട് നമ്മളൊരു ആയുധമാക്കി വിടരുത്. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം പലപ്പോഴും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണോ ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയണ്ട. കാരണം ഞാൻ ഇന്ന് നടക്കുന്ന പലതും കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം കർത്താവ് പറയുന്നു, ഒരു സ്ത്രീ ഒരു കുടുംബത്തിലെ വിളക്കായിരിക്കണം. ആ വിളക്ക് കത്തിച്ച് തണ്ടിന്മേലാണ് വയ്ക്കുന്ന, പറയുടെ കീഴിലല്ല. അപ്പം നമ്മളൊരിക്കലും പറയുടെ കീഴിൽ വയ്ക്കുമ്പോൾ അത് ഇരുളായിട്ടാണ് മാറുന്നത്. നമ്മൾ തണ്ടിന്മേലിരിക്കുന്ന ഒരു വിളക്കായിട്ട് നമ്മൾ തലമുറകളെ മാറ്റണം. ഇന്ന് നമുക്കറിയാം ഒത്തിരി ഭവനങ്ങളിൽ ഒരു വർഷം ഒന്നിച്ച് അത് കഴിയുമ്പോൾ ഡൈവോഴ്സായി. മക്കൾ എന്താണ് പ്രശ്നം എന്ന് നമ്മൾ തിരിച്ചറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയേണ്ട പറ്റും. ഞാൻ പറയുന്ന ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ ബെന്തക്കോസുകാർക്ക് ആത്മാവിൽ സത്യത്തെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്. വിവാഹത്തിന് മുമ്പ് അവരുടെ മാതാപിതാക്കളെയും അവരെയും ഇരുത്തി കൗൺസിൽ ചെയ്യണം. ആ ഭാര്യ ഭർത്താക്കളും കുഞ്ഞുങ്ങളെ മാത്രമല്ല മാതാപിതാക്കളെ ഇരുത്തി കൗൺസിൽ ചെയ്യണം. എന്നാൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ സമൂഹത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഡൈവോഴ്സ് ഇല്ലാതെ
ഒത്തിരി നമുക്കറിയാം, ഒത്തിരി എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അഡ്വക്കേറ്റ്, അവർ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്ന ബന്ധുക്കോസിലൊക്കെയാണ്. അപ്പോൾ ക്രിസ്ത്യാനികളുടെ കീഴില്ല, ജാതിയിൽ ഭയപ്പെട്ടാൽ ജീവിക്കണം. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ തലമുറകൾ മറ്റൊരു ഭവനത്തിൽ പോയാൽ ഒരു അനുഗ്രഹമായിട്ട് മാറണം. അപ്പോൾ നമ്മുടെ ഭവനം ഇന്ന് പലപ്പോഴും എനിക്കറിയാം, ഞാൻ ചില വീട്ടിൽ വെച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന റൂമിലിരുന്നാൽ അവർക്ക് ഭക്ഷണം അവരുടെ അടുത്ത് കൊണ്ടെത്തിച്ചു കൊടുക്കും. എന്നിട്ട് തിരിച്ച് ഈ അമ്മ ചെന്ന് ആ പ്ലേറ്റ് എടുത്ത് കൊണ്ടുവന്ന് കഴുകണം. അപ്പം ഞാനൊരിക്കൽ ചോദിച്ചു, എന്തിനിങ്ങനെ ചെയ്യുന്നു? ആ കുഞ്ഞിനെ പഠിപ്പിച്ചുകൂടെ? 10, 16, 17 വയസ്സായ ഒരു കുട്ടിക്ക് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നു? അതൊന്നും ചെയ്യത്തില്ല സിസ്റ്ററെ, ഒരു മോളേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഞാൻ അങ്ങനെയാണ് വളർത്തുന്നത്. അത് നല്ല കാര്യമാണ്. പക്ഷേ ഈ കുഞ്ഞിന് ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞിനെ ഒരു കല്യാണം കഴിച്ച് അയപ്പിക്കുമ്പോൾ നിങ്ങൾ സ്ത്രീധനമായിട്ട് കൊടുക്കുക. നിങ്ങൾ എന്തിനു കൊടുക്കണ്ട, ഒരാളെക്കുള്ള ജോലിക്ക് വെച്ച് കൊടുക്കുക. കാരണം അവളെ ഭവനത്തിൽ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ അത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ മക്കൾ നമ്മുടെ ഭവനത്തിൽ ജീവിക്കുമ്പോൾ ഓക്കെ, പ്രശ്നമല്ല, നമുക്ക് എന്തും ചെയ്തുള്ളൂ. പക്ഷേ മറ്റൊരു ഭവനത്തിൽ പോകുമ്പോൾ അവൾക്ക് ഇതുപോലെ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളെ കുടുംബത്തിൽ എങ്ങനെയാണോ നമ്മുടെ ഒരു മകൾ അല്ലെങ്കിൽ മകൻ പെരുമാറുന്നത്, അതുപോലെ ആയിരിക്കും അവൾ ചെന്ന് കയറുന്ന വീട്ടിലും കാണിക്കുക. അവിടെ ചെന്ന് കയറുമ്പോൾ നീ മക്കളെ ജോലി ചെയ്യുന്നാൽ രാവിലെ എണീക്കണമെന്ന് നമ്മൾ പറഞ്ഞാൽ അവൾ കേൾക്കത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ ആ കുഞ്ഞുങ്ങളെ നമ്മുടെ വീട്ടിൽ വെച്ചേ പഠിപ്പിക്കുക, ജോലി ചെയ്യാൻ പഠിപ്പിക്കുക, ഭക്ഷണം കഴിച്ച പാത്രം കഴുകാൻ പഠിപ്പിക്കുക, സ്വന്തം വസ്ത്രം കഴുകാൻ പഠിപ്പിക്കുക, മുറ്റം തൂക്കാൻ പഠിപ്പിക്കുക. സാമാന്യം ഒരു കുടുംബത്തിൽ ചെന്ന് കയറിയ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പെൺമക്കളെ പഠിപ്പിച്ച് തന്നെ നിങ്ങൾ അയക്കുക. പിന്നെ മറ്റൊരു ഭവനത്തിൽ ചെന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ അമ്മാവ് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ നാത്തൂനിങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റുള്ളവരിങ്ങനെ പറഞ്ഞു, എനിക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ തലമുറ വരുമ്പോൾ നമ്മളവരെ സപ്പോർട്ട് ചെയ്ത് ആ കുടുംബത്തെ തകർത്ത് പിന്നെ ഡൈവോഴ്സായി അത് കഴിഞ്ഞ് രണ്ടാമതൊരിടത്ത് കിട്ടുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ ഭവനത്തിൽ വെച്ച് എന്താണ് പഠിപ്പിക്കുന്നത് അത് പഠിപ്പിക്കുക. അതുപോലെ നമ്മൾ ആൺമക്കളെ, ഒരു മക്കളെ അല്ലെങ്കിൽ സഹോദരങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക, മറ്റുള്ളവർക്ക് കരുതാൻ എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക, ഒരു പെൺകുട്ടിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ അവളെ എങ്ങനെ സ്നേഹിക്കണം, അവളെ എങ്ങനെ പെരുമാറണം, അവളെ എങ്ങനെ ചേർത്ത് നിർത്തണം, ഇതൊക്കെ ഞാൻ എൻ്റെ മോനോട് പറയും. എനിക്കൊരു മകനാണ് ഉള്ളത്, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണിനെ എങ്ങനെയാണ് ചേർത്ത് നിർത്തുന്നത്, അവിടെ ആവശ്യങ്ങൾ ചോദിക്കുക, പുറത്ത് കൊണ്ടുപോവുക, ഒക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മുടെ മക്കളോട്. അല്ല നീ ഒരുത്തും കൊണ്ടുപോകരുത്, അവർക്കൊന്നും മേടിച്ച് കൊടുക്കരുത്, എന്തിനു കൊണ്ടുപോകുന്ന അവിടെ വീട്ടിൽ? നമ്മുടെ മക്കൾ നമ്മളെ വീട്ടിൽ ആ മക്കളെ നിൽക്കും പോലെ ആ പെൺകുട്ടികൾ ഒരു വീട്ടിൽ നിന്ന് വരുന്നത്. ആ സമയം ആ പെൺകുട്ടികൾക്കും അവരുടെ വീട്ടിൽ പോയി നിൽക്കണമെന്നും ഇടയ്ക്ക് പോയി അമ്മയും അച്ഛനെയും കാണണമെന്നും അവരോടൊപ്പം നിൽക്കണമെന്നും അവരെ സ്നേഹിക്കണമെന്നും അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമാകും. അല്ലാതെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ നീ അവിടെ തന്നെ നിൽക്കണം, നിൻ്റെ വീട്ടിൽ പോകാൻ പാടില്ല, ആ ബന്ധങ്ങളൊന്നും അറ്റ് പോകത്തില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, എന്തിനാണ് അവളെ വീട്ടിൽ പോകുന്നത്, എന്തിനവിടെ പോയി നിൽക്കുന്നത്, അവളെ അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ എന്താണ്? പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച്, നമ്മുടെ മകൻ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ തന്നെയാണ് ആ മകൾ അവിടെ നിന്ന് വരുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ രീതിയിൽ സ്നേഹത്തോടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം, മക്കളെ അവൾ 2 ദിവസം അവളെ വീട്ടിൽ പോയി നിൽക്കിയിട്ട് എന്നിട്ട് അവളെ വിളിച്ചിട്ട് വാ, സന്തോഷത്തോടെ നീയും പോയി നിൽക്ക് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നമ്മൾ അങ്ങനെ കൈകാര്യം ചെയ്താൽ ഒരമ്മയ്ക്ക് ആ കുടുംബത്തിൽ സന്തോഷം സമാധാനത്തോടെ ആ മക്കൾ വസിപ്പാനായിട്ട് ഇതാകും. ഇനി പാചകം അറിഞ്ഞൂടാത്തൊരു കുഞ്ഞാണെങ്കിൽ അവളോട് സ്നേഹത്തോടെ പെരുമാറി ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കുക. ദേഷ്യത്തോടെ അല്ല. നമ്മളിപ്പോൾ ഒന്നും അറിയാതെ കെട്ടിച്ചു വിട്ടേക്കും നമ്മൾ അയൽക്കാരോട് മറ്റു ബന്ധുക്കളൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നും ആ പിള്ളേർക്ക്. അങ്ങനെയല്ല, അവരെ നമ്മുടെ മക്കളെ സ്നേഹിക്കും പോലെ നമ്മളെ മരുമക്കളെ സ്നേഹിക്കുക. അതുപോലെ തന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതുപോലെ നമ്മുടെ മക്കളോട് പറയുന്ന ഓരോ കാര്യങ്ങളും ആ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും. മനസ്സിലായി? ഈ അമ്മമാരെ പ്രധാന കാര്യം എനിക്കറിയാമെന്നുള്ള ഒത്തിരി ഞങ്ങൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യാൻ പോകും ഫാമിലിയിൽ. അപ്പോൾ രാവിലെ എണീറ്റ് ഉടൻ ചോദിക്കും, മോളെ എണീറ്റോ? നീ നേരത്തെ എണീറ്റ് എന്തിന്? നാത്തൂനില്ലേ, അവളെണീറ്റ് ചായ ഇടത്തില്ലേ, അല്ലെങ്കിൽ അവർ ചെയ്യത്തില്ലേ, നീ എന്തിനു ചെയ്യും? നീ എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കരുത്. ഇതൊക്കെ അല്ല നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നീ രാവിലെ എണീക്കുക, എണീറ്റില്ലെങ്കിലും എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുക, എല്ലാവരും കൂടെ നിന്ന് സഹായിക്കുക. നീ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം മക്കളെ. പിന്നെ ഒരു കാര്യം, നമുക്ക് ഈ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, സ്ത്രീധനത്തിൻ്റെ പേരിൽ അടിയും ബഹളവും ഇതൊക്കെ ആണെങ്കിൽ ഒരിക്കലും ആ പണത്തിൽ നിർത്തരുത്. നിങ്ങളുടെ മക്കൾ പറയുന്നത് എന്താണ് നിങ്ങൾ അന്വേഷിക്കുക. കാര്യം സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വരിക, അവരെന്തേ സംരക്ഷിക്കുക. അത് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ്
നമ്മുടെ എന്ത് ചെയ്യുക, നമ്മളെ ഭവനത്തിൽ ഒരു കുഞ്ഞ് വന്ന് കയറിക്കഴിഞ്ഞാൽ അതിനെ ഏത് രീതിയിൽ നോക്കണമെന്നുള്ള കാര്യം നമ്മൾ സന്തോഷത്തോടു കൂടി അതിനെന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക. അപ്പോൾ ഫാമിലിയിൽ ഒരിക്കലും പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോയി. ഇനി ആൺമക്കളുടെ ഒരു കാര്യം ഞാൻ പറയാം. അച്ഛനമ്മമാർ തീരുമാനിക്കുന്നത് മദ്യപിച്ചും കഞ്ചാവ് അടിച്ചും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനെ നന്നാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ചില കുടുംബങ്ങളിൽ ചെന്ന് കല്യാണം കഴിക്കും. മദ്യമായി എല്ലാം ഒളിച്ചു വെച്ചിട്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ മദ്യപിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിച്ച് നശിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ തലമുറയെ മറ്റൊരു കുടുംബത്തിലൊരു പാവപ്പെട്ട പെൺപിള്ളേരുടെ ജീവിതത്തെ തകർക്കാൻ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ മാവ് മദ്യപിക്കുമെന്നും അവന് ചീത്ത സ്വഭാവമുണ്ടെന്ന് അറിഞ്ഞു വെച്ചിട്ട് ഒരു കുടുംബത്തിൽ ചെന്ന് കയറി ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കരുത്. അവൻ അങ്ങനെയാണ് ജീവിക്കാൻ, ഒന്നുകിൽ അവന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നേരെയാക്കി കൊണ്ടുപോകുക. അല്ല എങ്കിൽ എന്ത് ചെയ്യുക, അവൻ അങ്ങനെ ജീവിച്ചോട്ടെ. എന്തിനാണ് ഒരു പെൺകുട്ടിയെ, എനിക്കറിയാം ചില കുടുംബങ്ങളിൽ പാവപ്പെട്ട പെൺകുട്ടികളെ പോയി കല്യാണം കഴിച്ച് കൊണ്ടുവന്നു ആ പിള്ളേരെടുത്തിട്ട് അടിക്കുക, ഉപദ്രവിക്കുക, സ്വസ്ഥത കൊടുക്കാതിരിക്കുക, സമാധാനം കൊടുക്കാതിരിക്കുക. നമുക്കിന്ന് സമൂഹത്തിലറിയാം കൊന്നുകളയുന്നു അല്ലേ. അപ്പം ഇത് ഒരു സൈഡിൽ നടക്കും. ഇനി 2 കൂട്ടുകാരന്മാരെ പരിചയപ്പെടുത്തി കൊടുക്കുക, പിന്നെ സ്നേഹിച്ച് കല്യാണം കഴിക്കുക, കൂട്ടുകാരന്മാരെ പരിചയം വീട്ടിൽ കൊണ്ടുവരിക. ഇതൊക്കെ ചെയ്ത് അവസാനം വാട്സപ്പും ഫേസ്ബുക്കും പോലെ ഒത്തിരി കുടുംബങ്ങൾ തകരുന്നുണ്ട്. ഇതിനിടയിൽ പെട്ടുവന്ന ഒരു കാര്യമാണ് തലമുറകൾ. ഈ ഡൈവേഴ്സ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ പല ട്രെൻഡാണ്, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കത്തില്ല. അച്ഛൻ ഡൈവേഴ്സ് ചെയ്ത് പോയി, അമ്മ ഡൈവേഴ്സ് ചെയ്ത് പോയി. ഈ കുഞ്ഞുങ്ങൾ എന്ത് നിരപരാധികളാണ്, അവരെന്ത് പിഴച്ചു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, അമ്മൂമ്മയുടെയോ മാമന്മാരുടെ അടുത്ത് ഈ കുഞ്ഞുങ്ങളെ ആക്കുന്നു. ചിലർ കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുപോയാലും എന്ത് സംഭവിക്കുന്നു, ആ കുഞ്ഞുങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ വളരില്ല. സ്വന്തം അച്ഛൻ കൊടുക്കുന്ന പരിഗണന മറ്റൊരു വ്യക്തി കൊടുക്കത്തില്ല, സ്വന്തം അമ്മ കൊടുക്കുന്ന പരിഗണന മറ്റൊരു അമ്മ കൊടുക്കത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, അവരനുഭവിക്കുന്ന വേദനകൾ. ചിലർ ഉപേക്ഷിച്ച് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ നേരെ ചുവയില്ലാത്ത കുഞ്ഞുങ്ങളെപ്പോലും ഉപേക്ഷിച്ച് പോകുമ്പോൾ എങ്ങനെ തോന്നുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ കുഞ്ഞുങ്ങളെ നോക്കുന്ന മറ്റുള്ളവരാണ്. നമ്മൾ ജന്മം കൊടുത്ത നമ്മുടെ തലമുറകളെ സംരക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലാതെ നമ്മളെ ദൈവസന്നിധിയിൽ നിന്ന് ദൈവം നമ്മളെ ഒരിക്കലും, ആരാണെങ്കിൽ പോലും നമ്മളൊരിക്കലും ദൈവം നമുക്ക് കൂടെ നിൽക്കത്തില്ല. ഒരിക്കലും ദൈവം നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ നമ്മളോട് കരുണ കാണിക്കുകയോ ദൈവം ചെയ്യുക. കാരണം നമ്മുടെ തലമുറ അനുഭവിക്കുന്ന വേദന, അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ചിരിക്കുന്നു. എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു? ഈ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുമോ അല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും ഭക്ഷണം കൊടുക്കുമോ? നിങ്ങൾ ഉപേക്ഷിച്ച് പോകുമ്പോൾ അച്ഛനായാലും അമ്മയായാലും ചിന്തിക്കുന്നുണ്ടോ അവർ നാളെ തലമുറ എന്തായി മാറും, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വേദനകൾ എന്തായി മാറും, അവരുടെ ഹൃദയത്തിലെ വേദന നിങ്ങൾ അറിയുന്നുണ്ടോ? സ്വന്തം അമ്മയും അച്ഛനും ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളുടെ സംസാരം. കാരണം അച്ഛൻ ഉപേക്ഷിച്ച് പോയി, വേറെ പോയി, അമ്മ വേറെ കല്യാണം കഴിച്ചു. ആരുടെ കൂടെ മക്കളെ? അമ്മാമ്മയുടെ കൂടെ. ചിലപ്പോഴും ഭക്ഷണം കിട്ടത്തില്ല ആൻറ്റി. കാരണം എന്താണെന്നറിയോ, അവരുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അവർ ചിലപ്പോൾ നിൽക്കുന്ന മക്കളുടെ കൂടെ ആയിരിക്കും. അപ്പോൾ കൊടുക്കുന്ന ഓരോ ഭക്ഷണത്തിനും അവർ കണക്ക് പറയും. ചിലപ്പോൾ ഭക്ഷണം കഴിക്കത്തില്ല. സ്കൂളിൽ പോകുമ്പോൾ നല്ല യൂണിഫോം ഇല്ല. ആരോട് പരിശോധിക്കാനാണ്? ഒരു നല്ല പേനയില്ല, അല്ലെങ്കിൽ നല്ല വസ്ത്രം ഇട്ടിട്ടല്ല ഞാൻ പോയിട്ടുള്ളത്. ഞാൻ കീറിയ വസ്ത്രം ഇട്ടിട്ടാണ്. ഇവർ പിന്നീട് മയക്കുമരുന്നും കഞ്ചാവും അനാവശ്യമായി കൂട്ടുകെട്ടി നടക്കുമ്പോൾ നമ്മളുടെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ പറയും. അത് നമ്മൾ ചോദിക്കുമ്പോൾ നല്ലൊരു വസ്ത്രം ധരിച്ചിട്ടില്ല ആൻറ്റി, നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞാൻ വളർന്ന സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇതിൽ 90% പേരും നല്ല രീതിയിൽ വളർന്നവരുണ്ട്. 10% കുട്ടികളും അവർ തെറ്റായ വഴിക്കാണ് പോകുന്നത്. അതൊക്കെ വളരെ ഭാരം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളോട് സംസാരിക്കും, പോട്ട് മക്കളെ അതൊക്കെ കളാം, ഇനിയുള്ള ജീവിതത്തിന് നേരെ പോകുന്നു ഞങ്ങൾ ഒത്തിരി പറഞ്ഞു. ഒത്തിരി കുട്ടികൾ നേരെ ആവാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ സമൂഹത്തിന് ചെയ്യുന്ന എന്താണ്, നമ്മളെ തലമുറകളെ സൃഷ്ടിച്ച് അവരെ വഴിയാധാരാക്കുന്നു. ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്ത് ജീവിതത്തിന് മുമ്പോട്ട് പോകുമ്പോൾ പരസ്പരം മനസ്സിലാക്കുക. നമുക്കറിയാം 2 സിറ്റുവേഷനും ജീവിക്കുന്ന വ്യക്തികളാണ്. 2 കുടുംബത്തിൽ, 2 പശ്ചാത്തലങ്ങൾ, 2 ആഹാരത്തിൽ പോലും വ്യത്യാസമുണ്ടാവാം, ഭക്ഷണ കാര്യങ്ങളിൽ പോലും. പക്ഷേ അവരൊന്നിച്ച് നിൽക്കുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് നിൽക്കുക. 2 പേർക്കും പരസ്പരം മനസ്സുണ്ടെങ്കിൽ മാത്രമേ വിവാഹം നടത്താവൂ. അല്ലാതെ അച്ഛനും അമ്മയും നിർബന്ധിച്ച് ഒരാണിനെയും ഒരു പെണ്ണിനെയും എന്ത് ചെയ്യരുത്, വിവാഹം കഴിപ്പിക്കരുത്. പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് പരസ്പരം അവർക്ക് മുന്നോട്ട് പോകാം എന്ന തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. പിന്നെ അഡ്ജസ്റ്റബിൾ ആകരുത് ജീവിതം.
നമ്മൾ സ്നേഹത്തോടെ പരസ്പരം എല്ലാം ഭർത്താവായിരുന്നാലും ഭാര്യയായിരുന്നാലും പരസ്പരം തുറന്ന് സംസാരിക്കുക. ഇതിനിടയ്ക്ക് മറ്റൊരു വ്യക്തി, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കൂട്ടുകാരനായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഫാമിലിയിൽ ഒരിക്കലും കൈകടത്താൻ അനുവദിക്കരുത്. നിങ്ങളുടെ റൂമിൽ നടക്കുന്ന ഒരു കാര്യമായിരിക്കും, ചെറിയൊരു ഇഷ്യൂ ആയിരിക്കും, അത് പുറത്ത് വരുമ്പോഴേ വലിയ ഇഷ്യൂ ആയി മാറും. ആ റൂമിൽ തന്നെ അത് നിങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. എല്ലാം വിട്ടുവീഴ്ച നമുക്ക് പരസ്പരം പറഞ്ഞ് നിങ്ങളുടെ പരസ്പരം തുറന്ന് സംസാരിക്കുക. ഫ്രണ്ട്സായാലും നിങ്ങളുടെ മൊബൈൽ ഫോൺ, ഒരു ഭാര്യയുടെ മൊബൈൽ ഫോൺ ഭർത്താവിന് എപ്പോഴും കാണത്തക്ക വിധത്തിലായിരിക്കണം. ഭർത്താവ് അറിയാത്ത ഒരു രഹസ്യ ബന്ധവും രഹസ്യ ഫോൺ വിളിയും വാട്സപ്പ് മെസ്സേജ് ഇതൊന്നും ഒരു ഭാര്യയ്ക്ക് ഉണ്ടാകരുത്. ഒരു ഭാര്യ അറിയാത്ത ഒരു രഹസ്യ ഫോൺ ബന്ധങ്ങളും, ഒരു വാട്സപ്പും, ഒരു മെസ്സേജ് അയപ്പും, ഒരു ബന്ധങ്ങളും, ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു പുരുഷനും ഒരു മകനും ഉണ്ടാകരുത്, ഒരു പുരുഷനും ഉണ്ടാകരുത്. ഇങ്ങനെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതം നന്നായിട്ട് പോകും. അച്ഛനും അമ്മയെ സംരക്ഷിക്കുക. അതുപോലെ അച്ഛനും അമ്മയും മനസ്സിലാക്കേണ്ട കാര്യം, മക്കൾ വിവാഹം കഴിഞ്ഞു, നമ്മൾ വിവാഹം കഴിച്ചപ്പോൾ നമ്മുടെ അമ്മായിയമ്മ അല്ലെങ്കിൽ നാത്തൂനൊക്കെ നമ്മളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, എൻ്റെ വീട്ടിൽ വരുന്ന കുഞ്ഞ് ഇതുപോലെ അനുഭവിക്കരുത്. നമുക്ക് അവരുടെ അടുത്ത് സ്നേഹമായിട്ട് പെരുമാറണം. അതുപോലെ മരുമക്കളും ഒരു ഭവനത്തിൽ കയറി വരുന്നൊരു പെൺകുട്ടി തീരുമാനിക്കണം, ഞാൻ എൻ്റെ അമ്മയും അച്ഛനെ സ്നേഹിച്ചതുപോലെ ആണ് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനെ സ്നേഹിച്ച് വളർത്തി വലുതാക്കി അവർ വിവാഹം കഴിപ്പിക്കുന്നു. അപ്പം അതേപോലെ രണ്ട് കുടുംബങ്ങളും ഒരുപോലെ എൻ്റെ അമ്മയും അച്ഛനെ സ്നേഹിച്ചതുപോലെ ഞാൻ എൻ്റെ അമ്മയച്ഛനെ സ്നേഹിക്കും, ഭർത്താവിൻ്റെ അമ്മയച്ഛനെ സ്നേഹിക്കും, അവരെ കരുതും, അവർക്ക് ആവശ്യമായത് കൊടുക്കും, അല്ലെങ്കിൽ സഹോദരങ്ങളെ പരിപാലിക്കും. അതുപോലെ ആൺകുട്ടിയും തീരുമാനിക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു പ്രശ്നം, എൻ്റെ അമ്മയച്ഛനും എന്നെ വഴക്ക് പറഞ്ഞാൽ, തെറ്റുകൊണ്ട് വഴക്ക് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കത്തില്ലേ? അങ്ങനെയെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയച്ഛനും എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് ക്ഷമിക്കുക. അങ്ങനെ ചെയ്താൽ പിന്നെ ഒരു പ്രശ്നം വരത്തില്ല. നമ്മുടെ കുടുംബജീവിതം, നിങ്ങളൊരു പെൺകുട്ടിയെ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ സ്വീകരിക്കും, മനസ്സിലാക്കുക അവർക്ക് ഫാമിലിയുണ്ട്. ഇത്രയും നാൾ അവർ വളർന്നത് 10-20 വർഷം അല്ലെങ്കിൽ 27 വർഷം ഒരു കുടുംബത്തിൽ വരുന്നത്, ആണായാലും പെണ്ണായാലും. ആ മക്കളെ പെട്ടെന്ന് പറിച്ചൊരുക്കി ഒറ്റയ്ക്ക് പോകണമെന്ന് ഒരിക്കലും തീരുമാനിക്കില്ലേ മക്കളെ. കാരണം ഒന്നിച്ച് ജീവിക്കുക, ആ കുടുംബത്തോട് ചേർന്ന് അവരെ കുറവുകൾ മനസ്സിലാക്കി, കുറ്റങ്ങൾ മനസ്സിലാക്കി. നമ്മുടെ കുടുംബത്തിൽ കിട്ടുന്ന സംരക്ഷണം ഒരുപക്ഷെ അവിടെ കിട്ടിയില്ലെന്ന് വരാം, പക്ഷേ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ മക്കളെ സ്നേഹിക്കുന്നപ്പോൾ നമ്മളെ മരുമക്കളെയും സ്നേഹിക്കുക. അവിടെ ഒരു പ്രശ്നവും വരത്തില്ല. കാരണം നമുക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ അവരെങ്ങനെ വളർത്തും, മറ്റൊരു വീട്ടിൽ കൊടുത്തിടുമ്പോൾ എങ്ങനെയായിരിക്കും, അവിടെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ നമ്മുടെ മരുമക്കളെ സ്നേഹിക്കുക. അങ്ങനെ വന്നാൽ കുടുംബ സന്തോഷവും ഇന്നത്തെ കുടുംബ ബന്ധങ്ങളെന്ന് വേറിട്ട് നമ്മൾ പഴയ കാലത്തെ പോലെ സ്നേഹത്തോടെ സമാധാനത്തോടെ സ്വസ്ഥയോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഫാമിലീസ് നമ്മൾ മനസ്സിലാക്കുക, ഡൈവോഴ്സ് ചെയ്ത് മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു പോകുന്നൊരു വ്യക്തി ഡൈവോഴ്സ് ചെയ്തു, മറ്റൊരു പുരുഷനെ അടുത്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്തൊരു പുരുഷനെ എന്ത് ചെയ്യും, കല്യാണം കഴിക്കും. അങ്ങനെയെങ്കിൽ അവരുമായിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും? അതും പ്രശ്നമാകുമ്പോൾ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയേ മതിയാകത്തുള്ളൂ. കാരണം ഇനി വീണ്ടും മറ്റൊരു വിവാഹം കഴിക്കുക, അങ്ങനെ കഴിക്കുന്നവരുണ്ട്. പക്ഷേ ആദ്യത്തെ ജീവിതം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് സ്നേഹിച്ച് എന്തിനും കുറവുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കി, എവിടെയാണ് നമ്മൾ തെറ്റ് മനസ്സിലാക്കി, അത് ആണും പെണ്ണും തിരുത്താൻ തയ്യാറായാൽ നമ്മുടെ തലമുറകൾ സന്തോഷത്തോടെ കുടുംബം നന്നായിട്ട് പോകാൻ പറ്റും. കർത്താവ് പറയുന്നു, ഒരു ഭർത്താവ് ജീവിച്ചിരിക്കെ ഭാര്യ മറ്റൊരു പുരുഷനോട് ചേർന്നാൽ വ്യഭിചാരിയാണ്. ഭാര്യ ജീവിച്ചിരിക്കെ പുരുഷൻ മറ്റൊരു സ്ത്രീയോട് ചേർന്ന് വിവാഹം കഴിച്ചതെന്നും വ്യഭിചാരിയാണ്. വചനമുണ്ട്. ഇന്ന് ആരും അതനുസരിക്കില്ല. പാസ്റ്റേഴ്സൊക്കെ പറയും കല്യാണം കഴിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ വചനം എവിടെ കിടക്കുന്നു എന്ന് ചോദിച്ചു. ഈ വചനം എന്തേ ആർക്കും ബാധകമല്ലേ? വചനം എല്ലാം അനുസരിക്കുന്നു എന്ന് പറയുമ്പോൾ, പാപം ചെയ്ത് അത് ശരിയല്ലെന്ന് പറയുമ്പോൾ ഈ വചനവും നമുക്ക് അനുസരിക്കാനുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും. നമ്മളെ ജീവിതങ്ങളെല്ലാം നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നത് കുടുംബ ഇമ്പമാണ്. അത് സ്നേഹമായിട്ട് പോകട്ടെ. നമ്മുടെ തലമുറകൾ അനുഗ്രഹം പോകട്ടെ, തലമുറ സന്തോഷിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കും മാറ്റം. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിച്ച് സ്നേഹത്തോടെ പോകാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.